സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ്. നമ്മുടെ വീടിനു വേണ്ടി, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം വിശുദ്ധ പാദ്രെ പിയോയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാൾ മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു പാദ്രെ പിയോ. പക്ഷേ അത് അദ്ദേഹം വളരെ രഹസ്യമായിട്ടാണ് ചെയ്തിരുന്നത്. വചനം പറയുന്നില്ലേ, നിങ്ങൾ പിതാവായ ദൈവത്തോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവിൻ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളത്. തീർച്ചയായും ഇത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പിതാവിൻ്റെ കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരമ്മ തൻ്റെ അബോധാവസ്ഥയിലുള്ള കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനയിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് കുഞ്ഞി പാദ്രെ പിയോ മാത്രം ആ രോഗിയായ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ആ അൾത്താരയിലുള്ള ക്രൂശിത രൂപത്തിൽ നോക്കിയിട്ട് ഈശോയോട് പറഞ്ഞു ആ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന്. പാദ്രെ പിയോയുടെ പ്രാർത്ഥന അവസാനിച്ച ആ നിമിഷം തന്നെ ആ കുഞ്ഞ് ബോധാവസ്ഥയിലേക്ക് വരികയും തൻ്റെ അമ്മയെ ഉറക്കെ വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാര്യം പാദ്രെ പിയോ അവിടെ വെച്ച് ആരോടും പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരനോടാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാകരുത് എന്ന് പാദ്രെ പിയോ നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു.